CT സിദ്ദിഖ്, താങ്കൾ ഉൾപ്പെടെയുള്ളവർ ജനപക്ഷത്തേക്ക് ഇറങ്ങി ചർച്ചകൾ നടത്തി ഒരു ശാശ്വത പരിഹാരം. ഈ ശാശ്വത പരിഹാരം എന്നത് നമ്മൾ എത്രയോ കാലങ്ങളായി ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ പരിഹാരമില്ലാതെ പോകുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ ഏത് സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്? ജനങ്ങളുടെ ഈ പ്രതിഷേധത്തിന് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടൊരു അയവിലേക്ക് എത്തിക്കാൻ ഇടപെടൽ നടത്താൻ ജനപ്രതിനിധികൾക്ക് കഴിയുന്നുണ്ടോ? സർക്കാരിൻ്റെ ഇടപെടലാണ് വളരെ പ്രധാനപ്പെട്ടത്. വനം വകുപ്പ് മന്ത്രിയുടെ എന്താണ് അങ്ങ് നിലവിലെയുള്ള സ്ഥിതികൾ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്, വ്യക്തമാക്കാൻ കഴിയുന്നത്? CT സിദ്ദിഖ് MLA. ഒന്ന്, വയനാട്ടിലെ ജനം വളരെയധികം ഭയവിഹ്വലരായി ജീവിക്കുന്ന ഒരു അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അരക്ഷിതബോധം വല്ലാതെ അവരെ മനസ്സിനെ ഗ്രസിച്ചിരിക്കുക. ഈ സന്ദർഭത്തിൽ ഏതു സമയവും കൊല്ലപ്പെടാം എന്നുള്ളതായ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യം. പരിക്കേറ്റ് കഴിഞ്ഞാൽ ചികിത്സിക്കാൻ നല്ല ഒരു ആതുരാലയമില്ല എന്നുള്ള തോന്നൽ. അങ്ങനെ തുടങ്ങി ഓരോ ദിവസവും ഉണ്ടാകുന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ സങ്കീർണമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സർക്കാരിന്റെ സാന്നിധ്യവും ഒരു ഗവൺമെന്റിന്റെ കരുതലും ഒരു തരത്തിലും വയനാട്ടിലേക്ക് ഇല്ല എന്നുള്ളത് വേണം നമുക്ക് പറയാൻ. പ്രജീഷ് എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ കടുവ ആക്രമണത്തിൽ മരിച്ചപ്പോൾ ഈ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. കടുവ പിടിച്ചുകൊണ്ടുപോയി പച്ചയോടുകൂടി ഭക്ഷിച്ചപ്പോൾ വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ശ്രീ AK ശശീന്ദ്രൻ. അദ്ദേഹം ആ വീട്ടിലേക്ക് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അജീഷിന്റെ മരണം നടന്നു, ആ വീട്ടിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. ഇത് ഉടനെ റീസെന്റായി നടക്കുന്ന 4ാമത്തെ മരണമാണ്. ഇപ്പോ ഇത്രയും ഗുരുതര സാഹചര്യം ഉണ്ടായിട്ടും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പോലും നമ്മുടെ ജില്ലയിലേക്കൊന്ന് വന്ന് ഇവിടെ ആശ്വസിപ്പിക്കാനൊന്ന് നേതൃത്വം കൊടുത്ത് ജനങ്ങളെ ഒന്ന് സമാധാനിപ്പിച്ച് ഞങ്ങൾ കൂടെയുണ്ട്, ഇന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും എന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ ഒരു മന്ത്രിയുടെ സാന്നിധ്യമില്ലാത്തതായിട്ടുള്ള ജില്ലയാണ് ഈ ജില്ല. ഇവിടെ എല്ലാം വേദനയും പ്രയാസവും കടിച്ചമർത്തുന്ന ഒരു ജനതയുടെ. തീർച്ചയായും ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന സാന്ത്വനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സാന്നിധ്യമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലാഞ്ചന വളരെ വലുതാണ്. ഞാനീ പറയുന്നത് വനമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ആ ദിവസം അവിടെ ജനങ്ങൾ ഇങ്ങനെ രോഷാകുലരായി നിൽക്കുമ്പോൾ അന്ന് പോകാൻ കഴിയില്ല, നമുക്കത് ന്യായമാണ്. പക്ഷേ ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞു, വനം മന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആരെങ്കിലും അവിടേക്ക് എത്തുമ്പോൾ അവർക്കൊരു അങ്ങനെ കലുഷിതമായ ഒരു ജനക്കൊരു കരുതലാണ് അവർ അനുഭവിക്കുന്നത്. അതുപോലെ അവർ ഇന്ന് പറയുന്നുണ്ട്, നമ്മുടെ വയനാട് MP കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. CT സിദ്ദിഖ് ഈ കാര്യം MP ദേശീയ തലത്തിലുള്ളൊരു യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. MPയുടെ സന്ദർശനവും ഉണ്ടാവും, തർക്കമില്ല. MP ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ജില്ലാ കലക്ടറോട് ഇന്നും സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയെയും വനം മന്ത്രിക്കും അദ്ദേഹം ഈ ആകുലതകൾ പങ്കുവെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഏകോപനം നടത്തുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇടപെടൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഈ കാര്യത്തിൽ ഉണ്ടാകും, തർക്കമില്ല. വയനാട്ടിന്റെ ജനതയുടെ വേദനയുടെ കൂടെ ഉള്ളതായ ആളാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി. ഇവിടെ ഭരണത്തിന്റെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഗവൺമെന്റ്, ഇനി ഞങ്ങൾക്ക് ആ മന്ത്രിയുടെ സാന്നിധ്യം ആവശ്യം. മുഖ്യമന്ത്രി നേരിട്ട് വയനാട്ടിൽ വരണം. ഇവിടെയുള്ള ആകുലത CT സിദ്ദിഖ്, ഞാൻ എന്റെ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം അങ്ങ് അതിനുശേഷം ഫ്ലോറിലൊക്കെ നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഈ വിഷയം ഉയർത്തിയതാണ്, സഭയിൽ ഉയർത്തിയതാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നു. തിരുവനന്തപുരത്ത് നടന്നതായ യോഗത്തിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും, ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, പ്രതിരോധ നടപടികളുടെ ആവശ്യം, മരിച്ചുപോയവരുടെ കുടുംബം, അനാഥമായപ്പെട്ട കുടുംബത്തിന്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, പ്രതിരോധ നടപടികൾക്ക് വേണ്ടതായിരിക്കുന്ന ഫണ്ടും അനുബന്ധ സംവിധാനങ്ങളും, അങ്ങനെ സംസ്ഥാന ആന്തര വിഷയങ്ങളുള്ള ഇതിന്റെ ഒരു ബയോസ്ഫിയർ കിടക്കുന്നത് ബന്ദിപ്പൂർ, നാഗർഹോള, മുതുമല, വയനാട് അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന ഏരിയ, ഒന്നിച്ചുള്ളതായിരിക്കുന്ന ഒരു ഏരിയ കിടക്കുന്നത് കൊണ്ട് തന്നെ അന്തർ സംസ്ഥാന ഏകോപനം, രാത്രികാല പെട്രോളിംഗ്, ഏത് സമയത്തും കുഴപ്പം കാണിക്കുന്ന വന്യമൃഗങ്ങളെ പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാനും അതിന്റെ ഉപകരണങ്ങളും ട്രാക്ക് ചെയ്യാനും, മയക്കുവെടി, ആവശ്യമാണെങ്കിൽ കൊല്ലൽ, ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ച സമയത്ത് അദ്ദേഹം അനുഭാവപൂർവ്വം
അദ്ദേഹം കേട്ടിട്ടുണ്ട്. നടപടി സ്വീകരിക്കാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഒരു നടപടിയും താഴെ തലത്തിലേക്ക് നീങ്ങില്ല. മന്ത്രിയോട് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരു നടപടിയും ആ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. അദ്ദേഹത്തെ ഉടൻ വനം വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി ബഹുമാനപ്പെട്ട തീർച്ചയായും ശ്രീ ടി സിദ്ദീഖ്, കാരണം നമ്മൾ ഈ അവിടുത്തെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചോദിക്കുമ്പോഴും അവർക്കിങ്ങനെ അഭിപ്രായമുണ്ട്. പക്ഷെ അവർക്ക് ആ പൊതുവേദിയിലേക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. വനം വകുപ്പിനെ കുറിച്ചുള്ള അതൃപ്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന് അവരും പറയുന്നത്. നമുക്ക് ഒരു അജീഷിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ജനുവരി 30 പ്രജീഷിന്റെ കാര്യത്തിലോ ജനുവരി 30 ഉണ്ടായിട്ടുള്ള ഒരു ഗൃഹനാഥന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ അതിനുശേഷമൊക്കെ വീണ്ടും ഓരോ ആളുകളെ ഇട്ടെറിഞ്ഞ് കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ എന്താണ് നമുക്ക് ആക്ട് ചെയ്യേണ്ടത്, അടിയന്തരമായി ആക്ട് ചെയ്യേണ്ടത് ഇവിടെ? ഒന്ന്, വയനാടിന്റെ ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമഗ്ര പദ്ധതി ഉണ്ടാകണം. ആ പദ്ധതി 3 തലത്തിലാണ്. ഒന്ന്, വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ കാടും നാടും വേർതിരിക്കാനുള്ള പദ്ധതിയാണ്. രണ്ടാമത്തത്, വനത്തിനുള്ളിൽ ഭക്ഷണവും അവയ്ക്ക് വെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും പ്രദാനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥയുടെ പുനഃക്രമീകരണമാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യം, നാട്ടിലെ ജനങ്ങൾക്ക് കൃഷി, അവരുടെ ജീവനോപാധി, അവരുടെ ലൈഫ്, ഇത് 3ഉം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഫെൻസിങ്, ട്രെഞ്ചിങ്, വാൾ ബിൽഡിംഗ് ഉൾപ്പെടെ ആവശ്യമാണെങ്കിൽ മയക്കുമടി വെക്കാനുള്ള സംവിധാനം, ആവശ്യമാണെങ്കിൽ ഇവയെ നിയന്ത്രിക്കാൻ, എണ്ണം അധികമായി കൂടുന്ന സമയത്ത് നിയന്ത്രിക്കാനുള്ള സംവിധാനം, മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിനുള്ള നടപടികൾ, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ പോളിന്റെ മരണത്തിലെ ഒരു ഉത്തരവാദിത്തം ആരോഗ്യ മേഖല കൂടിയാണ്. കാലത്ത് സംഭവിച്ച വിഷയം, അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത് വൈകുന്നേരമാണ്. അതിനിടയിൽ നഷ്ടം സംഭവിച്ചത് മണിക്കൂർ. എന്തുകൊണ്ട് വയനാട് വിംസിൽ പോയില്ല? എന്തുകൊണ്ട് മറ്റു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയില്ല? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അവിടെ പോയാൽ ചികിത്സിക്കുന്ന കാശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കില്ല. നിലവിലുള്ള സ്റ്റാൻഡ് ബൈ ഓർഡർ അതാ. ഞാൻ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഇത് ചൂണ്ടിക്കാണിച്ചു. ഇത് അടിയന്തരമായി തിരുത്തണം. എന്റെ നിയോജക മണ്ഡലത്തിൽ കുന്നംപറ്റയിലെ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു ഹതഭാഗ്യം പശുവിനെ കെട്ടിയിടത്തു നിന്ന് കൊണ്ടുവരുന്ന സമയത്താണ് ആനയുടെ ആക്രമണത്തിൽ മൃഗീയമായി പരിക്കേറ്റ് 4 വാരിയല് പൊട്ടി, മൂത്രസഞ്ചി തകർന്ന്, മൂത്രനാളി തകർന്ന് അദ്ദേഹം ഗുരുതരാവസ്ഥയിലായത്. ഞാൻ നേരെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചികിത്സിച്ചു. ആ പണം ഇതുവരെ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അപ്പോ പോളിസികളിൽ വരേണ്ട മാറ്റങ്ങൾ, സമീപനത്തിൽ വരേണ്ട മാറ്റങ്ങൾ, ഓർഡറിൽ വരുന്നുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ, ആക്ടിൽ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ. ഇതിന്റെ സമഗ്ര പദ്ധതി ഉണ്ടാകും. ആ സമഗ്ര പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്താലല്ലാതെ വയനാട്ടിൽ ഈ വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും തുരക്കാനും സാധിക്കില്ല. ഇപ്പൊ നടക്കുന്നത് ശരി, തീർച്ചയായും. ശ്രീ ടി സിദ്ദീഖ് MLA